ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗോവയിലെ സെക്കൻഡ് ഡേ ഞങ്ങൾ രാവിലെ തന്നെ ഗോവയിലെ അഗ്വാഡ ജയിൽ കാണാനായിട്ട് ഇറങ്ങി. അഗ്വാഡ കോട്ടയുടെ ഭാഗമാണ് അഗ്വാഡ സെൻട്രൽ ജയിൽ. ഇത് ഏകദേശം 17-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയൊരു നിർമ്മിതിയാണ്. ഇത് പോർച്ചുഗീസുകാരാണ് കേട്ടോ ഈ അഗ്വാഡ ഫോർട്ടും ഈ അഗ്വാഡ സെൻട്രൽ ജയിലും നിർമ്മിച്ചത്. ആ ദൂരെ കാണുന്നതാണ് അഗ്വാഡ ജയിൽ. മുമ്പ് ഇത് ജയിലായിരുന്നെങ്കിലും ഇപ്പോൾ ഇതൊരു സ്മാരകമാണ്. സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ടൊരു സ്മാരകം, ഒരു മ്യൂസിയം ആക്കിയിട്ട് ഇത് റെനോവേഷൻ ചെയ്തിരിക്കുകയാണ്. അത് 2021 ഓപ്പൺ ചെയ്തത്. ഇത് സ്ഥിതി ചെയ്യുന്നത് കടലിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ബ്യൂട്ടിഫുൾ വ്യൂ ആണ്, കാണാനൊക്കെ ഭയങ്കര രസമാണ്, അടിപൊളി. ഇപ്പോൾ ഇതൊരു മ്യൂസിയം ആക്കിയിട്ട് സംരക്ഷിക്കുന്നുണ്ട്. അവിടെ വേണമെന്നുള്ളവർക്ക് ടിക്കറ്റ് എടുത്ത് നമുക്കുള്ളിലേക്ക് പ്രവേശിക്കാം. അതിനുശേഷം നേരെ പോയത് അഗ്വാഡ ഫോർട്ടിലേക്കാണ്, അഗ്വാഡ കോട്ട. ഇവിടെയും അനേകം ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇതാണ് അവിടുത്തെ ടിക്കറ്റ് റേറ്റ്. ഇതും ഏകദേശം 400ഓളം വർഷം പഴക്കം ഉള്ളൊരു ബിൽഡിങ്സാണ്. ഈ കാണുന്നതൊക്കെ 17-ാം നൂറ്റാണ്ടിലെ നിർമ്മിതികളാണ് കേട്ടോ. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് അഗ്വാഡ ഒക്കെ. അടിപൊളിയാണ്. എല്ലാം ഒരു പോർച്ചുഗീസ് ആർക്കിടെക്ചറൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ കോട്ടയും പരിസരമൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ കാലാപാനി സിനിമയിലെ ജയിലും ആ ഒരു പരിസരമൊക്കെ കേട്ടോ ഓർമ്മ വന്നത്. അത് പക്ഷേ ആൻഡമാൻ നിക്കോബാറാണ്. ഇത് അവിടുത്തെ ലൈറ്റ് ഹൗസ് ആണ് അഗ്വാഡ ഫോർട്ടിലെ. നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ക്ലൈമറ്റ് മാറി മാറിയായിരുന്നു കേട്ടോ വരുന്നത്. പെട്ടെന്ന് വെയിൽ വരും, പെട്ടെന്ന് മഴ വരും, നമ്മുടെ കേരളം പോലെ. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങി ഒരു സോഡ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. കാരണം എപ്പോഴും നമുക്ക് റിഫ്രഷ്മെൻ്റ് ആവശ്യമാണല്ലോ. ഇപ്പം നമ്മൾ പോയത് സിങ്കറിൻ എന്ന് പറയുന്നൊരു ബോട്ട് ജെട്ടിയുടെ അടുത്തേക്കാണ്. ഇവിടെ ഒരു ഡോൾഫിൻ വ്യൂ പോയിൻ്റ് ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഒരു ബോട്ട് യാത്ര. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് യാത്ര തുടങ്ങി. ഏകദേശം 400 രൂപയാണ് ഒരാൾക്ക്. അത് അവർ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോൾഫിനെ കാണുന്നത് ഒരു 50-50 ചാൻസ് ആണ്. ചിലപ്പോൾ കാണാം, ചിലപ്പോൾ കാണാതിരിക്കാം. അങ്ങനെ ഇതുവഴി ഇങ്ങനെ കൊണ്ടുപോയിട്ട് കടലിലേക്കാണ് കേട്ടോ ഇത് ഓപ്പൺ ആവുന്നത്. ആ ഒരു ബോട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഡോൾഫിനൊക്കെ കാണാൻ പറ്റുന്നതാണ് അവർ പറയുന്നത്, അറിയില്ല. ആ ദൂരെ കാണുന്നതാണ് അഗ്വാഡ ഫോർട്ടും അഗ്വാഡ ജയിലും ഒക്കെ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ, ആ കാണുന്ന കെട്ടിടങ്ങളാട്ടോ ഇതൊക്കെ. ആ സമയത്തെപ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങി, നല്ല ഇരുണ്ട് കയറി, നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ. മഴയത്ത് അവർ പാട്ടൊക്കെ ഇട്ട് വൈബാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. നല്ല മഴയായിരുന്നു. ഡോൾഫിനൊന്നും കണ്ടില്ല. പിന്നെ അവിടെ നിന്ന് തിരികെ വന്നിട്ട് ഞങ്ങൾ അടുത്തൊരു ബീച്ചിലേക്ക് പോയി. ഇത് വന്നിട്ട് കൻഡോലിം ബീച്ച് എന്ന് പറയും. നല്ല മഴയുണ്ട്, എന്നാലും അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെയും ഈ മഴ ആയതുകൊണ്ട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് ഭയങ്കര വിഷമമായിപ്പോയി. കടൽ പിന്നെ നമുക്ക് ഇന്നൊരു വികാരമാണല്ലോ. നമുക്ക് കേരളത്തിന് കടലിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാണല്ലോ. നല്ല രസമുണ്ട് ബീച്ചൊക്കെ. ബീച്ചിന് സമീപം അനേകം ഷോപ്പുകളൊക്കെ ഉണ്ട്. ടാറ്റു സ്റ്റുഡിയോസ് ഉണ്ട്, ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. പക്ഷെ മഴ ആയതുകൊണ്ട് എല്ലാവർക്കും ബിസിനസ്സൊക്കെ ഭയങ്കര ഡൗൺ ആയിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഒരു കാഷ്യൂ നട്ട്സിൻ്റെ സ്പെഷ്യൽ ഷോപ്പ് കണ്ടായിരുന്നു. ഞങ്ങൾ ചോദിച്ചിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ഈ കാണുന്നത് മൊത്തം കാഷ്യൂ നട്ട്സ് വെച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. കാരണം ഗോവയുടെ പ്രധാനപ്പെട്ടൊരു ഐറ്റമാണല്ലോ, ഫുഡ് ഐറ്റമാണ് ഈ കാഷ്യൂ പ്രൊഡക്ഷൻ. അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോപ്പ് കേട്ടോ. അടിപൊളിയായിരുന്നു, എന്തെല്ലാം ഐറ്റംസ് ആയിരുന്നു. പിന്നെ അതെല്ലാം വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ അവിടെ കണ്ടൊരു ചോക്ലേറ്റ്, ഇതായിരുന്നു കേട്ടോ ചോക്ലേറ്റ്. ചോക്ലേറ്റ് വാങ്ങിയില്ല, പകരം കുറച്ച് കാഷ്യൂ നട്ട്സ് വാങ്ങിയായിരുന്നു. ഒരു 4 ഫ്ലേവറിലുള്ള കാഷ്യൂ നട്ട്സ്. അതെല്ലാം വാങ്ങിയിട്ട് പിന്നെ നേരെ ഇപ്പോൾ പോയത് കലങ്കുട്ടെ എന്ന് പറയുന്നൊരു ബീച്ചിലേക്കാണ്. കലങ്കുട്ടെ ബീച്ചിൽ പോയിട്ട് ഞങ്ങളൊരു ഐസ്ക്രീം മേടിച്ചായിരുന്നു. ആ ഒരു മഴയത്ത് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ അതൊരു പ്രത്യേക ഫീലാണല്ലോ. ഇതാണ് കലങ്കുട്ടെ ബീച്ച്. അവിടെയും വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. നല്ല തിരക്കുണ്ട്. എല്ലാവരും വന്നിട്ട് മൺസൂൺ ആസ്വദിക്കുന്നു. നിന്ന നിപ്പിൽ പെട്ടെന്നൊരു മഴയൊക്കെ വരും, എല്ലാവരും ഓടി മാറും. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു അവിടെ. അവിടെയുണ്ട് കേട്ടോ വൈൻ ഷോപ്പുകളും ഇതുപോലുള്ള മദ്യശാലകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഗോവയിൽ. ആവശ്യമുള്ളവർക്ക് വാങ്ങി ഉപയോഗിക്കാം. അങ്ങനെ അതും കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴത്തേക്കും ടിറ്റോസ് സ്ട്രീറ്റ് എന്ന് പറയുന്നൊരു സ്ട്രീറ്റ് എത്തി. ഈ ടിറ്റോസ് സ്ട്രീറ്റ് ഗോവയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് കേട്ടോ. ഭയങ്കരപ്പെട്ട ഒരു ഷോപ്പിംഗ് സെൻ്ററാണ്. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഇഷ്ടംപോലെ പബ്ബുകൾ, ബാറുകൾ എല്ലാം ഉണ്ട് കേട്ടോ. ഫുഡ് സ്ട്രീറ്റാണ്, ഭയങ്കര വൈബാണ്. ഈവനിങ് ഒക്കെ ഇവിടെ എപ്പോഴും ഭയങ്കര ആക്റ്റീവായിരിക്കും. ഇതാണ് ടിറ്റോ സ്ട്രീറ്റ്. അവിടെ നിന്ന് ഇപ്പം ഞങ്ങൾ നേരെ എത്തിയിരിക്കുന്നത് ബാഗ ബീച്ചിലേക്കാണ്. ബാഗ ബീച്ച് ഗോവയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ്. ഒരു എല്ലാവരും ഒത്തുകൂടുന്നൊരു സ്ഥലം കൂടിയാണ്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്, മലയാളികൾ ഉൾപ്പെടെ. കാരണം എല്ലാവരും മലയാളമൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടായിരുന്നു.
അവിടെ തന്നെ ക്ലോക്ക് റൂംസ് ഉണ്ട്. പിന്നെ കുറേ ഷോപ്പുകൾ, ഈ ഡ്രസ്സൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട്. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതെല്ലാം വിത്ത് ബാറൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണുള്ളത്. പിന്നെ കുറേ ടാറ്റൂ സ്റ്റുഡിയോകളൊക്കെ ഉണ്ട്. പിന്നെ ഈ സോവറിൻ ഷോപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാം, ക്യാഷ് ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും അവിടെ കിട്ടും. അങ്ങനെയുള്ളൊരു സ്ഥലം ഗോവ. ഭയങ്കര വൈബാട്ടോ. എത്ര മഴയാണ്, മൺസൂൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ഈവനിങ് ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങ് ആക്റ്റീവായി തുടങ്ങി ഗോവൻ ബീച്ചുകളൊക്കെ. പാർട്ടി മോഡ്, കാരണം ഇതൊരു പാർട്ടി സിറ്റി ആണല്ലോ, പാർട്ടി സ്റ്റേറ്റ് ആണല്ലോ. ഗോവയിൽ വന്നിട്ട് വാട്ടർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റാത്തതിന് ഭയങ്കര വിഷമമുണ്ട്. കുഴപ്പമില്ല, അത് ഏതെങ്കിലും ഒരു സമ്മർ ടൈമിൽ വന്നിട്ട് ചെയ്യാമെന്നാണ് ഇങ്ങനെ വിചാരിക്കുന്നത്. ഈവനിങ് ആയപ്പോൾ അവിടെയുള്ള റെസ്റ്റോറൻറ്റ്സുകളിലും ബാറുകളിലൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ആൾക്കാർ അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അവർ പണിപ്പെടുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. സ്കൂൾ കോളേജ് പിള്ളേരൊക്കെ വരുന്നുണ്ട് ടൂറായിട്ടൊക്കെ. പിന്നെ ഈ കാണുന്ന ഷോപ്പുകളിലൊക്കെ നോക്കിയും കണ്ടും കയറിയില്ലെങ്കിൽ പോക്കറ്റ് കീറുന്ന വഴി അറിയില്ല, ക്യാഷ് പോകുന്ന വഴി അറിയത്തില്ല. പിന്നെ അതിനുശേഷം ഭയങ്കര മഴ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിരികെ റൂമിലേക്ക് വന്നു. നല്ല മഴയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഇവിടുത്തെ പ്ലാൻ ഇവിടുന്ന് മൈസൂരിലേക്ക് പോകാനാണ്. സോ ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.